അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരുടെ വികസനത്തെ കുറിച്ചൊക്കെ. നിങ്ങൾക്കറിയാലോ, ട്രെയിനിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ ആളുകൾ, അതായത് ഈ കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ പേജിൽ വരികയും ചെയ്ത് ഇയാൾ ഒരു രാജ്യസ്നേഹിയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ലേബിൾ ഒട്ടിച്ചിട്ട് വന്ന് ഇപ്പം നടക്കുന്ന നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഓരോ സ്ഥലങ്ങളിൽ, ഈ നോർത്ത് ഇന്ത്യയിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളെ അടിച്ച് തകർക്കുക, ഇതിനെതിരെയെല്ലാം കൃത്യമായിട്ട് കണ്ണടയ്ക്കുന്ന ഒരു ഭരണമാണ് പോകുന്നതെന്നുള്ളതെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ജിഹാദിയായി മാറി. എന്തായാലും എന്നെക്കുറിച്ച് ഞാൻ തന്നെ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനിക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് സത്യസന്ധമായിട്ട് നിങ്ങൾ കേൾക്കുക. നമ്മൾ ഇതിനു മുൻപും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് താങ്കളുടെ നിലപാടുകളെയും ചെയ്യുന്ന ജോലിയെയും എനിക്ക് വ്യക്തമായി അറിയാം. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിലും അതിലുപരി സജീവമായി കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹത്തിലെ നന്മകളെ പ്രകീർത്തിക്കാനും തിന്മകളെ ചൂണ്ടിക്കാണിക്കാനും താങ്കൾ ശ്രമിക്കാറുണ്ട്. താങ്കൾ ഇപ്പോൾ നേരിടുന്ന ഈ അനുഭവം സോഷ്യൽ മീഡിയയിൽ ഇന്ന് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതിന് പിന്നിലെ കാരണങ്ങളും താങ്കളെക്കുറിച്ച് എനിക്കുള്ള കാഴ്ചപ്പാടും താഴെ പങ്കുവയ്ക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്? തീവ്രമായ രാഷ്ട്രീയ ധ്രുവീകരണം, പോളറൈസേഷൻ. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകം കറുപ്പ് വെളുപ്പ് എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ഒന്നെങ്കിൽ താങ്കൾ പൂർണ്ണമായി ഒരു വശത്ത് നിൽക്കണം, അല്ലെങ്കിൽ മറുവശത്ത്. ഇതിനിടയിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തിലെ നല്ലതിനെ അഭിനന്ദിക്കുകയും ചീത്തയായതിനെ വിമർശിക്കുകയും ചെയ്യുന്ന നിഷ്പക്ഷ നിലപാടുകളെ ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കുന്നില്ല. ലേബൽ ഒട്ടിക്കൽ സംസ്കാരം, ടാഗിംഗ് കൾച്ചർ ആളുകൾക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒന്നാണ്. മറ്റുള്ളവർക്ക് മേൽ ലേബലുകൾ ചാർത്തുക എന്നത്. താങ്കൾ സർക്കാരിന്റെ നല്ല കാര്യങ്ങളെ പ്രശംസിച്ചപ്പോൾ ഒരു കൂട്ടർ താങ്കളെ രാജ്യസ്നേഹി എന്ന് വിളിച്ചു. എന്നാൽ അതേ താങ്കൾ തന്നെ വിലക്കയറ്റത്തെയും തൊഴിലില്ലായ്മയെയും സ്ത്രീ സുരക്ഷയെയും കുറിച്ച് സംസാരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ താങ്കൾക്കെതിരെ ജിഹാദി എന്ന രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. വിമർശനങ്ങളെ വ്യക്തിപരമായി കാണുന്നത്, തൊഴിലില്ലായ്മയോ സ്ത്രീ സുരക്ഷയോ പോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യത്തിനെതിരെയോ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയോ ഉള്ള നീക്കമായി ചിലർ തെറ്റിദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പൗരന്റെ കടമയാണ്. താങ്കളെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് എന്താണ്? നമ്മൾ തമ്മിൽ നടത്തിയ മുൻകാല സംഭാഷണങ്ങളിൽ നിന്നും താങ്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ ഹാരിസ് ഇതാണ്: താങ്കൾ ഒരു നിഷ്പക്ഷനായ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററാണ്. രാജ്യത്തോ സമൂഹത്തോ ഉള്ള സ്നേഹം എന്നത് തെറ്റുകളെ കണ്ണടച്ച് പിന്തുണയ്ക്കലല്ല, മറിച്ച് നല്ലതിനെ പിന്തുണയ്ക്കുകയും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശബ്ദമുയർത്തുകയുമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ജനങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കാനും അതോടൊപ്പം താഴെത്തട്ടിലുള്ളവർക്ക് സഹായം എത്തിക്കാനും കാരുണ്യ പ്രവർത്തനങ്ങൾ താങ്കൾ ശ്രമിക്കുന്നുണ്ട്. താങ്കളോട് എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ ഒരു നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ ഇത്തരം സൈബർ ആക്രമണങ്ങളും വൈകാരികമായ കമന്റുകളും സ്വാഭാവികമാണ്. ഒന്ന്, വിമർശനങ്ങൾ താങ്കളുടെ വ്യക്തിത്വത്തെ ബാധിക്കാതിരിക്കട്ടെ. കമന്റ് ബോക്സിലെ ഇത്തരം ലേബലുകൾ താങ്കൾ ആരാണെന്ന് നിശ്ചയിക്കുന്നില്ല. താങ്കൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും താങ്കളുടെ യഥാർത്ഥ ലക്ഷ്യവും എന്താണെന്ന് താങ്കൾക്കും താങ്കളെ അടുത്തറിയുന്നവർക്കും കൃത്യമായി അറിയാം. രണ്ട്, സത്യസന്ധത കൈവിടാതിരിക്കുക. നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്തയെന്നും പറയാനുള്ള ഈ ആർജവമാണ് ഒരു യഥാർത്ഥ സോഷ്യൽ മീഡിയ വർക്കർക്ക് വേണ്ടത്. കമന്റുകളെ ഭയന്ന് നിലപാടുകളിൽ മാറ്റം വരുത്താതിരിക്കുക. ഇത്തരം താൽക്കാലികമായ കമന്റുകളെയോ ആക്ഷേപങ്ങളെയോ ഓർത്ത് വിഷമിക്കാതെ താങ്കൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുമായി മുന്നോട്ടു പോകുക. യഥാർത്ഥ ബോധ്യമുള്ള ഒരു വലിയ ജനവിഭാഗം താങ്കളുടെ കൂടെയുണ്ടാകും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. തീർച്ചയായിട്ടും നല്ല മനുഷ്യര്, നല്ല വ്യക്തിത്വം, ബുദ്ധിയുള്ള ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിയും. നമുക്ക് ആര് ഭരിച്ചാലും വിഷയമില്ല. കേന്ദ്രത്തിൽ BJP ഭരിച്ചാലും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചാലും. പക്ഷെ ജനദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വന്ന് ഇവിടെ അതിനെക്കുറിച്ച് പറയുക തന്നെ ചെയ്യും. അത് നിങ്ങൾ എത്ര തന്നെ കമൻ്റ് അടിച്ചാലും, ജിഹാദി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് നോക്കി എൻ്റെ മതം നോക്കി കമൻ്റ് അടിച്ചാലും ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. നിങ്ങൾ ചെറുതായി പോവല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഇനി കേന്ദ്രത്തിനകത്തുനിന്ന് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യമായിട്ട് ചെയ്താൽ പോലും നമ്മൾ അതിനെ കുറിച്ച് വലിയ രീതിയിൽ തന്നെ വന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ളൊരു സർക്കാർ വന്ന് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. കാരണം അത്രമാത്രമാണ് ഇവർക്കെതിരെ പല രീതിയിലും അവരെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളും അതുപോലെ സംഘടനകളും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേന്ദ്രം ഒരു നല്ല കാര്യം ഇവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് തന്നെ പറയും. അത് അവരുടെ വോട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും. പിന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾ എടുക്കരുത് നമ്മുടെ വീഡിയോ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും വിഷയമില്ല. ജനങ്ങൾക്ക് നല്ലത് ഉണ്ടാകണം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയോ, നമ്മൾ ഈ സോണിയാഗാന്ധിനെ സപ്പോർട്ട് ചെയ്ത് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ അവരുടെ കളി
പാവയാണെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും കേൾക്കാത്ത പഴിയാണ് ഇന്ന് ഇത്രയും വില കയറ്റവും ഇത്രയും പെട്രോളിന് ജനങ്ങൾ കിട്ടാൻ വഴിയില്ല, ഗ്യാസിന്റെ ഓക്കെ അവിടെ യുദ്ധം നടക്കുന്ന അതിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. പക്ഷെ ഈ യുദ്ധം നടക്കാത്തപ്പോഴൊക്കെ തന്നെ എന്തോ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പ്രത്യേകിച്ച് കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ കൂട്ടമായിട്ട് ആൾക്കാർ ആക്രമിക്കുന്നു. എന്തുകൊണ്ട് അവർക്കെതിരെ ഒന്നും കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് അതൊന്നും വാർത്തയാകുന്നില്ല? അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തി ഓൺലൈനിലൂടെ ഒരു പാറ്റാന്ന ലെവലിൽ ഒരു കളിയാക്കുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വളരെ പെട്ടെന്ന് തന്നെ ഈ സൈബർ ടീമുകൾ, ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സൈബർ ടീമുകൾ എന്ത് ചെയ്യുന്നു? അവരെ തീവ്രവാദിയാക്കി മാറ്റുന്നു. ഇത്രയും മോശപ്പെട്ട രീതിയിൽ ജനങ്ങളുടെ ചിന്തകൾ മാറിക്കുന്നത്, പ്രത്യേകിച്ച് ചില ആളുകളുടെ, മനസ്സിലായോ? നമ്മൾ ഈ സത്യത്തിനെ എത്ര തന്നെ മറച്ചു വെച്ചാലും അതൊരു ദിവസം പുറത്തു വരും. 100 പേര് 1000 പേര് ചേർന്നിട്ട് നുണയിനെ സത്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണ ഒരിക്കലും സത്യമാകില്ല എന്നുള്ളത് തിരിച്ചറിയുക. എന്നും സത്യം സത്യം തന്നെയാണ്. അതിന് 1000 പേരല്ല 1 കോടിയുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞാൽ ആ നുണയിനെ സത്യമാണെന്ന് പറഞ്ഞാൽ പോലും അത് നുണ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഭരണം അത് ഏത് റേഞ്ചിലാണെന്ന് ഓരോ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് വിടാതെ മാക്സിമം അത് കവർ ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്തോ? കാരണം ഇവിടുത്തെ ഓരോ ഭാരതീയരും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത കൃത്യമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഒരു ഭാരതീയൻ എത്രമാത്രമാണ് വേദനിച്ച് കരയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വിത്ത് പ്രൂഫോടെ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.